ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ മലയാളം പാദവാർഷിക മൂല്യനിർണ്ണയത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് മലയാളമാണ് ആദ്യത്തെ എക്സാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. റെഡിയാണോ? നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സമയം 2 മണിക്കൂറാണ്. താഴെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് പ്രവർത്തനം 1ലേക്ക് കടക്കാം. പ്രവർത്തനം 1, ഉത്തരം എഴുതാം. കഥാഭാഗം ശ്രദ്ധയോടെ വായിക്കൂ. അപ്പോൾ താഴെ നമുക്കൊരു കഥാഭാഗം തന്നിട്ടുണ്ട്. അത് ശ്രദ്ധയോടെ വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നേരം വല്ലാതെ വൈകി. സ്കൂളിൽ ബെല്ലടിച്ചിട്ടുണ്ടാവും. കയ്യിൽ കുടയില്ല. ഈ മഴയൊന്ന് കുറഞ്ഞെങ്കിൽ അബു പ്രാർത്ഥിച്ചു. പക്ഷേ മഴയ്ക്ക് അവനോട് ദയ തോന്നിയതേയില്ല. അവൻ ഇറങ്ങി നടന്നു. കൂട്ടുകാരുടേതുപോലുള്ള കുള്ളിപ്പുട എത്ര പ്രാവശ്യം അബു സ്വപ്നം കണ്ടിരിക്കുന്നു. ഉമ്മയോട് പറഞ്ഞു മടുത്തു. ഉമ്മ കേട്ട ഭാവം നടിക്കുന്നതേയില്ല. നനഞ്ഞു കുതിർന്ന് ക്ലാസിന്റെ പടി കയറുമ്പോൾ തീ പാറുന്ന നോട്ടവുമായി നിൽക്കുന്ന മീര ടീച്ചറായിരുന്നു അബുവിന്റെ മനസ്സിൽ. അവൻ ക്ലാസിന്റെ വാതിൽക്കൽ കണ്ണടച്ചു നിന്നു. അബു, നനഞ്ഞു പോയോ? വാ, ഞാൻ തോർത്തിത്തരാം. കണ്ണു തുറക്കുമ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ചിരിയുമായി ഹെഡ് ടീച്ചർ. അപ്പോൾ അബു എന്തിനോ ഉമ്മയോ ഓർത്തുപോയി. ഓക്കെ, അപ്പൊ ഇതാണ് തന്നിട്ടുള്ള കുഞ്ഞു കഥാഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതിലെ ചോദ്യം നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത്, മഴയ്ക്ക് അവനോട് ദയ തോന്നിയതേയില്ല എന്ന വാക്യത്തിന് ഈ കഥയിലെ അർത്ഥമെന്ത്? മഴ പെയ്തതേയില്ല, മഴ ശക്തിയായി പെയ്തുകൊണ്ടിരുന്നു. എന്താണ്? മഴയ്ക്ക് അവനോട് ദയ തോന്നിയതേയില്ല എന്ന് പറഞ്ഞാൽ മഴ ശക്തിയായി പെയ്തുകൊണ്ടിരുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ഉമ്മ കേട്ട ഭാവം നടിക്കുന്നതേയില്ല. എന്തായിരുന്നു ഉമ്മയോടുള്ള അബുവിന്റെ ആവശ്യം? മഴക്കോട്ട്, മഴയത്ത് കളിക്കല്, മഴയുള്ളപ്പോൾ സ്കൂളിൽ പോകാതിരിക്കല്, പുള്ളിക്കുട. എന്തായിരുന്നു ആവശ്യം? പുള്ളിക്കുടയായിരുന്നു അല്ലേ? അബുവിന്റെ ആവശ്യം എന്ന് പറയുന്നത് പുള്ളിക്കുടയായിരുന്നു. അവനക്ക് പുള്ളിക്കുട വേണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. 3, അവൻ നടന്ന് ക്ഷീണിച്ചു. അടിവരയിട്ട സമാനമായ ഏത് പ്രയോഗമാണ് കഥയിലുള്ളത്? നടന്ന് എന്നുള്ളതാണ് അതിലെ അടിവരയിട്ട പദം. ഇതിലെന്താണ്? മെല്ലെ എന്നാണോ, ഇറങ്ങി നടന്നു എന്നാണോ, പറഞ്ഞു എന്നാണോ, കേട്ടു എന്നാണോ? ഇതുപോലുള്ള സമാനമായിട്ടുള്ള പ്രയോഗമാണ് പറഞ്ഞ് എന്നുള്ള അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 4ാമത്തേത്, മഴയ്ക്ക് അവനോട് ദയ തോന്നിയതേയില്ല. അടിവരയിട്ട വാക്കിന് പകരം വെക്കാവുന്ന പദം, ദയ എന്നുള്ളതിന് പകരം വെക്കാവുന്ന പദം ഏതാണ്? ശീതളം, കനിവ്, തിങ്കള്, പീഡ. ഏതാണ്? കനിവ് എന്നുള്ളതാണ്. കനിവ് എന്ന് പറഞ്ഞാൽ ദയ എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി 5ാം ക്ലാസിന്റെ പടി കയറുമ്പോൾ തീ പാറുന്ന നോട്ടവുമായി നിൽക്കുന്ന മീര ടീച്ചറായിരുന്നു അബുവിന്റെ മനസ്സിൽ. അടിവരയിട്ട പ്രയോഗം ശ്രദ്ധിച്ചല്ലോ. എന്തായിരിക്കും അപ്പോൾ ടീച്ചറുടെ ഭാവം? തീ പാറുന്ന നോട്ടം, അവിടെ വാത്സല്യമാണോ, സ്നേഹമാണോ, ചിരിയാണോ, ദേഷ്യമാണോ അല്ലെ? അടിവരയില്ല, തീ പാറുന്ന നോട്ടം എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ നോക്കി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രവർത്തനം സംഭാഷണം എഴുതാം എന്ന പ്രവർത്തനമാണ്. സ്നേഹം താൻ ശക്തി എന്ന പാഠഭാഗത്തിൽ ലൈലയും കൂട്ടനും മൈനയെ കണ്ടതും മാവിൻ കൊമ്പിലിരുന്ന് മൈന പാടിയപ്പോൾ ഉണ്ടായ അത്ഭുതവുമെല്ലാം ഓർമ്മയുണ്ടല്ലോ. ലൈലയും കൂട്ടരും ഇക്കാര്യം പിന്നീട് അവിടേക്ക് വന്ന അമ്മയോട് പറഞ്ഞു. എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിരിക്കുക? എഴുതി നോക്കാനാണ് പറയുന്നത്. എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും? ലൈല പറയാണ്, അമ്മേ, ഇന്നൊരു അത്ഭുതം നടന്നു. അമ്മ, അത്ഭുതമോ? കുട്ടൻ, അതേ അമ്മേ. അമ്മ ചോദിക്കുകയാണ്, അതെന്താണ്? അപ്പൊ കുട്ടൻ എന്താ പറയാ? മാവിന്റെ കൊമ്പിലിരുന്ന് ഒരു കിളി പാടുന്നു. അമ്മ, ആ കിളിയുടെ പേരാണ് മൈന. അമ്മ എന്താ പറഞ്ഞത്? ആ കിളിയുടെ പേരാണ് മൈന. ലൈല, ഇത് സാധാരണ കിളിയല്ല. അമ്മ, പിന്നെയോ? ലൈല, ആ കിളി പാടിയപ്പോൾ ഉണങ്ങിയ മാവ് പോലും പൂത്തു. അമ്മ, അതാണ് മക്കളെ പറഞ്ഞത്, ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത്, എല്ലാ പക്ഷികളെയും മൃഗങ്ങളെയും സ്നേഹിക്കണമെന്ന്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ലൈലയും അമ്മയും കുട്ടനും തമ്മിലുള്ള ഒരു സംഭാഷണം എഴുതാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത പ്രവർത്തനം നോക്കിയാലോ. മൂന്നാമത്തെ പ്രവർത്തനം ആസ്വാദനക്കുറിപ്പാണ്. ഇവിടെ അമ്മക്കിളി എന്നുള്ള ഒരു കുഞ്ഞു കവിത തന്നിട്ടുണ്ട്. കൂട്ടരെ നോക്കുവിനമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു, എന്തു മിനുമിനുപ്പെത്തൊരു മെഴുമെഴുപ്പെത്തൊരു കൊച്ചു രസക്കുടുക്ക, അമ്മക്കിളിയുടെ കണ്ണും കരളുമാണ് ഈ മുട്ട, തുളച്ചിടല്ലോ, നോമ്പുകൾ എത്ര നാൾ നോൽക്കണം, വിത്തു കൂമ്പെടുത്തിയിടാനു പക്ഷി, കൂട്ടിലമർന്നുതൻ കൊക്കു പുറത്തേക്കു നീട്ടി മിഴിയിനെ പൂട്ടിടാതെ, പ്രാർത്ഥന ചെയ്യുന്നു പാവമീ പെൺകിളി, പാത്തും ചെന്നാരും പിടിച്ചിടല്ലേ, വാത്സല്യച്ചിടന്നിറയെ മുട്ടകൾ, വാരൂറ്റ തെങ്കക്കൊടികളാവാൻ. വൈലോപ്പിള്ളിയുടെ കുഞ്ഞുമണികൾ എന്നതിലെ ഒരു കുഞ്ഞു കവിതയാണ് അമ്മക്കിളി എന്നുള്ളത്. കവിത ഇഷ്ടപ്പെട്ടോ? എന്തുകൊണ്ട്?
അപ്പോൾ ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? അടയിരിക്കുന്ന കിളിയെക്കുറിച്ചിട്ടും മുട്ടകളെക്കുറിച്ചും ഭംഗിയെക്കുറിച്ചും ഒക്കെയാണ് കവിയുടെ എന്തൊക്കെയാണ് പറയുന്നത്? കവിതയിലെ വാക്കുകളുടെ ഭംഗി, നല്ല പ്രയോഗങ്ങൾ, ഇഷ്ടപ്പെട്ട വരി എന്നിവ ഉൾപ്പെടുത്തി ഒരു ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ 5ാമത്തെ ആക്ടിവിറ്റി പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? ആസ്വാദനം കുറിപ്പ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹെഡിങ് കൊടുക്കാം. ഇവിടെ നമുക്ക് അമ്മക്കിളി എന്ന് തന്നെ തലക്കെട്ട് കൊടുക്കാം അല്ലേ? കവി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കുന്നിമണികൾ എന്ന സുന്ദരമായ കവിതയിൽ നിന്നെടുത്തതാണ് ഈ വരികൾ. അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ള അമിത സ്നേഹം കാണിക്കുന്ന വരികളാണ് ഈ കവിതയിൽ നാം കാണുന്നത്. കൂട്ടരെ, കൂട്ടിലെ എന്നിങ്ങനെ വളരെയധികം അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നത് കവിതയ്ക്ക് ഭംഗി കൂട്ടുന്നു. അമ്മക്കിളിയുടെ കണ്ണും കരളുമായ രസക്കുടുക്കയിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത് നോക്കി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അമ്മക്കിളി. ആ മുട്ടകളെ തല്ലി ഉടക്കല്ലേ എന്നും കവി പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് എഴുതാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വരി ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇവിടെ എടുത്തെഴുതാവുന്നതാണ്. അപ്പോൾ മുട്ടക്ക് കാവിലിരിക്കുന്ന അമ്മയുടെ ആ ഒരു മാനസികാവസ്ഥയാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ? ഇനി അടുത്തത് നോക്കൂ. അടുത്തത് 4ാമത്തെ ആക്ടിവിറ്റി കുറിപ്പെഴുതാം എന്നുള്ളതാണ്. വലിയ സ്നേഹത്തോടെ ചെയ്യുന്ന കൊച്ചു കാര്യങ്ങൾ പോലും വലിയ സന്തോഷവും സമാധാനവും കൊണ്ടുവരും. മദർ തെരേസ. നിർമ്മലമായ സ്നേഹത്താൽ നേടാനാവാത്തതായി ഒന്നുമില്ല. ഗാന്ധിജി. മുകളിൽ കൊടുത്ത മഹത് വചനങ്ങളുടെ ആശയം വിശകലനം ചെയ്ത് സമാനമായ ഉദാഹരണങ്ങൾ കൂടി ചേർത്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ഗാന്ധിജിയും മദർ തെരേസയും പറയുന്നത്? സ്നേഹത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അത് നമുക്കൊന്ന് എഴുതാം. മദർ തെരേസയും ഗാന്ധിജിയും ഇവിടെ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ. സ്നേഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്നേഹത്തോടുള്ള ഒരു ചിരി ഏതു വഴക്കും ഇല്ലാതാക്കും. സ്നേഹത്തോടെയുള്ള സ്വഭാവം, സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, ഇതൊക്കെ എന്താണ്? ഇങ്ങനെ നമുക്ക് അനേകം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളൊരു കുറിപ്പായിട്ട് എഴുതേണ്ടത്. അതുപോലെ ഇത്തരത്തിലുള്ള ഒരു മഹത്വചനം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ എഴുതാം. ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ ഉള്ള നമുക്കറിയാം നബി അല്ലെ, മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് പുഞ്ചിരി എന്ന് പറയുന്നത് ധർമ്മമാണെന്ന്. കാരണം അത്രയും മൂല്യമുള്ള ഒന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള എന്തെങ്കിലും മഹത്വചനങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും കൂടെ ഇതിൽ എഴുതി ചേർക്കാവുന്നതാണ്. ഇനി 5ാമത്തേത് പോസ്റ്ററാണ്. 10ാം എന്ന പാഠം പഠിച്ചു കഴിഞ്ഞപ്പോൾ നീണ്ടകര UP സ്കൂളിലെ കാർഷിക ക്ലബ്ബ് അംഗങ്ങൾ നെൽവയൽ നികത്തി കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരെ ഒരു പോസ്റ്റർ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇത്തരത്തിൽ ഒരു പോസ്റ്റർ നിർമ്മിക്കൂ, ആവശ്യമായ ചിത്രങ്ങൾ ചേർക്കാൻ മറക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോസ്റ്ററിൽ എന്ത് എഴുതണം? നമുക്ക് നെൽവയലുകളെ കുറിച്ചിട്ടാണ് അല്ലേ? നെൽവയലുകൾ നികത്തുന്നത് തടയൂ, നാടിനെ രക്ഷിക്കൂ എന്ന് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾ വരച്ചു കൊടുക്കണം. നല്ല നെൽവയലൊക്കെയുള്ള നല്ല പിക്ചർ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് അതിലെഴുതി കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, എപ്പോഴും പോസ്റ്റർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം വരയ്ക്കാൻ മറന്നു പോകരുത്. നന്നായിട്ട് ചിത്രം വരയ്ക്കുക. അതുപോലെ എന്തെങ്കിലും ഇതുപോലെയുള്ള ചെറിയ എന്തെങ്കിലും വചനങ്ങൾ നിങ്ങൾ എഴുതി കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അവസാനത്തെ പ്രവർത്തനം നോക്കാം. അവസാനത്തേത് 6ാമത്തേതാണ് കഥാപുരാണം. സ്കൂളിലേക്ക് ധൃതിയെ നടക്കുകയായിരുന്നു ദിയ. പെട്ടെന്ന് വഴിയരികിലെ ഇലകൾക്കിടയിൽ ഒരനക്കം. അവൾ നിലത്തു കുനിഞ്ഞിരുന്നു സൂക്ഷിച്ചു നോക്കി. ഒരു കുഞ്ഞു പക്ഷി അതിന്റെ പിറകിൽ നിന്ന് ചോരയൊലിക്കുന്നു. എന്തു ചെയ്യും? നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കഥയുടെ ബാക്കി ഭാഗം പൂരിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉചിതമായ തലക്കെട്ട് നൽകാൻ മറന്നു പോകരുത്. അപ്പൊ നമുക്ക് എന്തെഴുതാം? കുഞ്ഞിക്കിളി എന്ന് തന്നെ കൊടുക്കാം അല്ലെ? കുഞ്ഞിക്കിളി. ദിയ കുഞ്ഞിക്കിളിയെയും എടുത്ത് വീട്ടിലേക്ക് തിരിച്ചോടി. വീട്ടിലെത്തിയ ഉടനെ അവൾ കുഞ്ഞിക്കിളിയുടെ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി. ശേഷം അതിന് കഴിക്കാൻ പഴവും പാലും എല്ലാം നൽകി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞുകിളിയുടെ മുറിവുകൾ എല്ലാം ഉണങ്ങി. അവൾ രണ്ടുപേരും ആടിയും പാടിയും കളിച്ചു, ചിരിച്ചും സന്തോഷകരമായി ജീവിച്ചു. ഒരു ദിവസം കുഞ്ഞുകിളി ദിയമോളോട് പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും കാണാൻ കൊതിയാവുന്നു. ഞാൻ അവരുടെ അടുത്തേക്ക് പൊയ്ക്കോട്ടെ? അത് ശരിയാണല്ലോ, നീ പൊയ്ക്കോ. പക്ഷെ ഇടയ്ക്കിടെ എന്നെ കാണാൻ വരണേ, ദിയമോള് കുഞ്ഞുകിളിയോട് പറഞ്ഞു. കുഞ്ഞുകിളി സന്തോഷത്തോടെ പറന്നുപോയി. അപ്പോൾ ഇത് ഒരു കഥയുടെ ഒരു രൂപമാണ്. നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് മാറ്റി എഴുതുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കഥ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എഴുതുക. നിങ്ങൾക്ക് ആ സമയത്ത് എന്ത് കഥയാണോ മനസ്സിൽ വരുന്നത് അത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ, ഫുൾ A+ തന്നെ കിട്ടട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.